ബാഹുൽ രമേശ് എന്ന എഴുത്തുകാരന്റെ എക്കോ എന്ന സിനിമ കണ്ടുകഴിഞ്ഞാൽ ഒട്ടേറെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രത്തോളം ഡീപ്പായ ഒരു സബ്ജക്റ്റാണ് എക്കോ പറഞ്ഞുവെക്കുന്നത്. സിനിമയിൽ കാണിക്കുന്ന മലേഷ്യൻ ബ്രീഡിന്റെ പേരെന്താണ്? കുരിയാച്ചൻ എന്ന കഥാപാത്രം ശരിക്കും ജീവനോടെയുണ്ടോ? പിയൂസിന്റെ കഥാപാത്രത്തിന്റെ അവസാനമെന്താണ്? സിനിമയുടെ അവസാനം കാണിക്കുന്ന മുളംപാത്രത്തിന്റെ അർത്ഥമെന്താണ്? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. സോ ഈ വീഡിയോയിൽ നല്ല രീതിയിൽ സ്പോയിലർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പടം കണ്ടവർ മാത്രം വീഡിയോ കാണുക. പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്റ്റോറി ടെല്ലർ മല്ലു. സിനിമയിലെ പ്രധാന കഥാപാത്രമെന്ന് പറയുന്നത് ഈ കഥയുടെ ലൊക്കേഷൻസ് തന്നെയാണ്. കഥാപാത്രങ്ങളുടെ നിഗൂഢത പോലെ തന്നെ ആ സ്ഥലത്തിന്റെ നിഗൂഢതയും പ്രേക്ഷകനെ ഈ കഥയുടെ മായാവലയത്തിൽ തളച്ചിടുന്നു. സിനിമയിലെടുത്തു പറയേണ്ട മറ്റൊരു ഘടകം മെയിൻ ക്യാരക്ടറായി എത്തുന്ന സന്ദീപിന്റെ പെർഫോമൻസ് തന്നെയാണ്. ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ തനിക്ക് എല്ലാ വേഷവും ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച നടനാണ് സന്ദീപ്. തീർച്ചയായും എക്കോ അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു മൈൽസ്റ്റോൺ ആണ്. ഇനി നമുക്ക് സിനിമയുടെ അകത്തേക്ക് പോകാം. എന്താണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നറിയാനായി ആദ്യം നമുക്ക് സിനിമയുടെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. വളരെ ആപ്റ്റായിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഈ സിനിമയുടേത്. എക്കോ എന്ന വാക്ക് സംസ്കൃതത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. സിനിമയിൽ എക്കോ എന്ന് എഴുതുമ്പോൾ ഒയുടെ മുകളിൽ നൽകിയിട്ടുള്ള ആ ചെറിയ വര സൂചിപ്പിക്കുന്നതും എക്കോ എന്ന വാക്ക് സംസ്കൃതമാണ് എന്ന് തന്നെയാണ്. സംസ്കൃതം ഭാഷയെ ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതുമ്പോൾ പ്രൊനൗൺസിയേഷൻ കറക്റ്റാക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള വരകളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത്. കിഷ്കിന്ധാകാണ്ഡവും സംസ്കൃതത്തോടും ഹിന്ദു മിത്തോളജിയോടുമൊക്കെ ചേർന്നു നിൽക്കുന്ന പേര് തന്നെയായിരുന്നു. ദ വൺ എന്നാണ് എക്കോ എന്ന വാക്കിന്റെ അർത്ഥം. അദ്വൈത ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടേമാണ് എക്കോ എന്നത്. രണ്ടല്ലാത്ത ഒന്ന് എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ഏകം എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ദ്വൈതമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അദ്വൈതത്തെ ഏകത്വം എന്ന് വിശേഷിപ്പിക്കാത്തത്. സോ ആ ദ്വൈതം, അതായത് രണ്ടല്ലാത്തത് എന്നാണ് അദ്വൈതത്തിനർത്ഥം. സോ ആ വാക്കിനെയും അർത്ഥത്തെയും സൂചിപ്പിക്കുന്ന വാക്കാണ് എക്കോ, അതായത് രണ്ടല്ലാത്ത ഒന്ന്. രണ്ടാണെന്ന് തോന്നുന്നതെല്ലാം മിഥ്യയാണെന്നും അഥവാ ഇല്യൂഷൻ ആണെന്നും അദ്വൈത ഫിലോസഫി പറയുന്നു. സിനിമയുമായി ഇതെങ്ങനെ ബന്ധപ്പെടുന്നുണ്ടെന്ന് നോക്കാം. സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് ആ നായകൾ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സോ റെയറായിട്ടുള്ള മലേഷ്യൻ ബ്രീഡുകളാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ ആ നായകൾ. ടെലോമിയൻ എന്നാണ് ഈ ബ്രീഡ് അറിയപ്പെടുന്നത്. ഫാമിലിയിലെ എല്ലാവരുമായി ഇണങ്ങുമെങ്കിലും ഒരാളോട് മാത്രമേ ഈ ബ്രീഡിന് അനുസരണയും വിധേയത്വവും ഉണ്ടാവുകയുള്ളൂ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് എല്ലാവരും നായയുടെ മാസ്റ്ററാണെന്ന് തോന്നുമെങ്കിലും ഒരാൾക്ക് മാത്രമേ ഈ നായയുടെ മാസ്റ്റർ ആകാൻ കഴിയുകയുള്ളൂ. ടെലോമിയൻ എന്നത് ഒരു സിംഗിൾ മാസ്റ്റർ ബ്രീഡാണ്. മ്ലാത്തിച്ചേടത്തിയുടെ ചെറുപ്പത്തിൽ അവർ മലേഷ്യയിലാകുമ്പോൾ അവരുടെ നായ അവരെ തന്നെ കടിക്കാൻ കാരണവും ഇതുതന്നെയാണ്. അതായത് അവരുടെ ആദ്യ ഭർത്താവ് മാത്രമാണ് ആ നായകളുടെ മാസ്റ്റർ. മ്ലാത്തിച്ചേടത്തി പറയുന്നത് നായകൾ അനുസരിക്കുന്നുണ്ടെങ്കിലും ചേടത്തിയെ മാസ്റ്ററായി നായകൾ കണക്കാക്കിയിട്ടില്ല. അവരുടെ ഭർത്താവിന്റെ ഓർഡറുകൾ മാത്രമാണ് നായകൾ അനുസരിക്കുന്നത്. കേരളത്തിലെത്തുമ്പോഴും അതുതന്നെയാണ് അവസ്ഥ. കുരിയാച്ചനാണ് മാസ്റ്റർ എന്നെല്ലാവരും വിചാരിക്കുമ്പോൾ നായകൾക്ക് കൂറും വിധേയത്വമുള്ളത് മ്ലാത്തിച്ചേടത്തിയോട് മാത്രമാണ്. അതായത് രണ്ടല്ലാത്ത ഒരു ഓണർ മാത്രമാണ് ടെലോമിയൻ ബ്രീഡുകൾക്കുള്ളത്. രണ്ടാണെന്ന് അഥവാ ഒന്നിൽ കൂടുതലാണെന്ന് നമുക്ക് തോന്നുന്നതെല്ലാം ഇല്യൂഷൻ മാത്രമാണെന്നാണ് എക്കോ എന്ന പേര് സൂചിപ്പിക്കുന്നത്. കുരിയാച്ചനോട് മാത്രം കൂറുള്ള പിയൂസിനോടും സിനിമയുടെ ഈ പേര് ചേർത്ത് വായിക്കാവുന്നതാണ്. അങ്ങനെ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും വളരെ ആപ്റ്റാണ് ഈ സിനിമയ്ക്ക് എക്കോ എന്ന പേര്. കുരിയാച്ചൻ ശരിക്കും മരിച്ചോ എന്നാകും സിനിമ കണ്ടുകഴിഞ്ഞ് തിയേറ്റർ വിടുമ്പോൾ അധിക പേരുടെയും മനസ്സിലുണ്ടാകുന്ന ചോദ്യം. എന്നാൽ ഇല്ല എന്ന് തന്നെയാണ് സിനിമ നമുക്ക് തരുന്ന ഉത്തരം. അത് ഏതാനും ഹിന്റുകളിലൂടെ എഴുത്തുകാരനും സംവിധായകനും വ്യക്തമാക്കുന്നുണ്ട്. സംടൈംസ് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ബോത്ത് ലുക്ക് ദ സെയിം. ചിലപ്പോൾ സംരക്ഷണവും നിയന്ത്രണവും ഒരേപോലെയിരിക്കും. ഇതാണ് സിനിമയുടെ കോർ ഫിലോസഫി. അത് പലതരത്തിലൂടെ സിനിമയിൽ കാണിക്കുന്നുമുണ്ട്. കുരിയാച്ചൻ തന്നെ ഈ വാചകം മലേഷ്യയിൽ വെച്ച് മ്ലാത്തിച്ചേട്ടത്തിയോട് പറയുന്നുമുണ്ട്. ശരിക്കും ഈ കുരിയാച്ചൻ മ്ലാത്തിച്ചേട്ടത്തിയുടെ തടവറയിലാണ്. തന്റെ സുരക്ഷയ്ക്കെന്ന് കുരിയാച്ചൻ വിചാരിച്ചിരുന്ന അതേ നായകളാണ് ആ തടവറയുടെ കാവൽക്കാർ. അതായത് നായകൾക്കൊരു യജമാനനെയുള്ളൂ, പക്ഷേ അതൊരിക്കലും കുരിയാച്ചനല്ല. സിനിമയുടെ അവസാനം പിയൂസ് മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിലേക്കെത്തുമ്പോൾ അവൻ നിലത്ത് കിടക്കുന്ന ഒരു മുളപ്പാത്രം എടുത്തു നോക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മുളപ്പാത്രം നമ്മൾ മലേഷ്യയിൽ മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിൽ കാണുന്നുണ്ട്. നായകളെക്കൊണ്ട് മനുഷ്യർക്ക് ഭക്ഷണവും മറ്റും എത്തിക്കാൻ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ പ്രത്യേക തരത്തിലുള്ള പാത്രം. മലേഷ്യയിൽ വെച്ച് വിനീതിന്റെ കഥാപാത്രവും കുരിയാച്ചനും മ്ലാത്തിച്ചേട്ടത്തിയുടെ ആദ്യ ഭർത്താവും ചേർന്ന് മദ്യപിക്കുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം നായ കൊണ്ടുവരുന്നതായി കാണിക്കുന്നുണ്ട്. ഇതേ മുളപ്പാത്രം തന്നെയാണ് അവിടെയും കാണിക്കുന്നത്. സോ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാനാണ് സാധാരണ ഇത്തരം പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത്. സിനിമയുടെ അവസാനം പിയൂസ് കാണുന്ന പാത്രവും ഇതുതന്നെയാണ്. അതായത് ഗുഹയിലുള്ള കുരിയാച്ചന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന പാത്രമാണിത്. അതിൽ ഫ്രഷായ ഭക്ഷണാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതും കാണിക്കുന്നുണ്ട്. അതായത് അന്നുപോലും കുരിയാച്ചന് നായകൾ ഭക്ഷണം എത്തിച്ചിരുന്നു എന്നാണ് ഈ സീനിന്റെ അർത്ഥം. സംടൈംസ് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ബോത്ത് ലുക്ക് ദ സെയിം എന്ന പ്രയോഗം വളരെ മനോഹരമായൊരു ട്വിസ്റ്റാക്കി മാറ്റുന്നത് ഈ സീനിലൂടെ നമുക്ക് കാണാനാകും. എന്നാൽ സിനിമയുടെ ഒരു ഘട്ടം വരെ മ്ലാത്തിച്ചേട്ടത്തിയെ കാണിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രേക്ഷകർ വിചാരിക്കുക മലേഷ്യയിൽ ആദ്യ ഭർത്താവിന്റെ തടവറയിലും ഇവിടെ കേരളത്തിലാണെങ്കിൽ കുരിയാച്ചന്റെ തടവറയിലുമാണ് എന്നാണ്. ഇത് വിനീതിന്റെ കഥാപാത്രം മ്ലാത്തിച്ചേട്ടത്തിയോട് ഒരവസരത്തിൽ പറയുന്നുമുണ്ട്. എന്നാൽ മ്ലാത്തിച്ചേട്ടത്തിയല്ല, ശരിക്കും കുരിയാച്ചനാണ് തടവറയിൽ കഴിയുന്നത് എന്ന് സിനിമയുടെ അവസാനം വെളിപ്പെടുത്തുന്നുമുണ്ട്.
ആ സമയത്ത് തിയേറ്ററിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് അന്യായമായിരുന്നു. ബൈനോക്കുലറുമായി മ്ലാത്തിച്ചേടത്തി നിരീക്ഷിക്കുന്നത് ആ ഗുഹയിലുള്ള കുരിയാച്ചനെ തന്നെയാണ്. കുരിയാച്ചൻ തടവറയിലാണെന്ന് ചിത്രത്തിന്റെ അവസാനം വെളിപ്പെടുത്തുമ്പോൾ നിരവധി ചോദ്യങ്ങൾ പ്രേക്ഷകർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് നരേന്റെ കഥാപാത്രത്തിന്റെ കാറിന്റെ ബ്രേക്ക് പൊട്ടിച്ചത്? കുരിയാച്ചനെ അന്വേഷിച്ചു വരുന്നവരെയൊക്കെ ആരാണ് കൊല്ലുന്നത്? വിനീതിന്റെ കഥാപാത്രത്തെ ആരാണ് കൊല്ലുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ക്ലൈമാക്സിനോടടുക്കുമ്പോൾ പലർക്കുമുണ്ടാകും. എന്നാൽ അതിനുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ തന്റെ എഴുത്തിൽ ഭദ്രമായി ബാഹുൽ ഒളിപ്പിച്ചു വെച്ചിട്ടുമുണ്ട്. വിനീതിന്റെ മോഹൻ പോത്തൻ എന്ന കഥാപാത്രത്തെ കൊല്ലുന്നത് മ്ലാത്തിച്ചേടത്തി തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ നായകളാണ് മോഹൻ പോത്തനെ കൊക്കയിലേക്ക് തള്ളിയിടുന്നത്. മലേഷ്യയിൽ നിന്ന് തന്നെ ചതിച്ചുകൊണ്ടുവന്നത് പോത്തനും കൂടെ ചേർന്നാണെന്ന് അയാൾ തന്നെ മ്ലാത്തിച്ചേടത്തിയോട് പറയുന്നുമുണ്ട്. എന്നാൽ മ്ലാത്തിച്ചേടത്തിക്ക് പോത്തനെ അപ്പോൾ തന്നെ കൊന്നൂടായിരുന്നോ എന്ന സംശയം പലർക്കുമുണ്ടായിട്ടുണ്ടാവാം. എന്നാൽ അതിനും ബാഹുൽ ഉത്തരം നൽകുന്നുണ്ട്. കാരണം കുരിയാച്ചൻ വന്നതിനുശേഷം ആ ആരോപണം സത്യമാണോ എന്ന് ഉറപ്പിക്കാനായിട്ടാണ് മ്ലാത്തിച്ചേടത്തി കാത്തിരിക്കുന്നത്. കേട്ടതൊന്നും സത്യമാകല്ലേ എന്ന് സ്വയം പ്രാർത്ഥിച്ചാണ് താൻ കാത്തിരുന്നതെന്ന് അവർ കുരിയാച്ചനോട് പറയുന്നുമുണ്ട്. എന്നാൽ ഒന്നിനെയും കൂസാത്ത കുരിയാച്ചൻ അവർക്ക് മുന്നിൽ കുറ്റസമ്മതം നടത്തുകയും ഒളിവിൽ പോയി വന്നതിനുശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഒളിവിൽ പോയ കുരിയാച്ചനെ മ്ലാത്തിച്ചേടത്തി തന്റെ നായകളെ ഉപയോഗിച്ച് തടവിലാക്കുന്നു. മ്ലാത്തിച്ചേടത്തിയെ കണ്ട് തിരിച്ചുപോകുന്ന വഴിയിൽ വെച്ചാണ് പോത്തനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് പോത്തൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കിയ മ്ലാത്തിച്ചേട്ടത്തിക്ക് പോത്തനെ മിസ്സാവുന്നതും. പിന്നീട് 6 വർഷത്തിനു ശേഷമാണ് പോത്തൻ ആ നാട്ടിലേക്ക് വരുന്നത്. എന്നാൽ വന്ന ഉടനെ തന്നെ മ്ലാത്തിച്ചേട്ടത്തിയുടെ നായകൾ അയാളെ വകവരുത്തുന്നു. എന്നാൽ കുരിയാച്ചനെ തേടിവരുന്ന മറ്റുള്ളവരെയെല്ലാം കൊല്ലുന്നത് സന്ദീപിന്റെ പിയൂസ് എന്ന ക്യാരക്ടറാണ്. നരേന്റെ കാറിന്റെ ബ്രേക്ക് പൊട്ടിക്കുന്നതും അതുപോലെ ബ്രേക്ക് മുറിച്ചുമാറ്റി നിരവധി പേരെ കൊല്ലുന്നതും പിയൂസ് തന്നെയാണ്. ബിനു പപ്പുവിന്റെ കഥാപാത്രത്തെ കൊലപ്പെടുത്തുന്നത് അയാൾ പോലീസാണെന്ന് അറിഞ്ഞിട്ടല്ല, മറിച്ച് കുരിയാച്ചനെ വകവരുത്താൻ വന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. സമാനമായ കാരണം കൊണ്ട് തന്നെയാണ് അയാൾ എല്ലാവരെയും കൊലപ്പെടുത്തുന്നതും. ഇനി പിയൂസ് എന്ന മണികണ്ഠൻ ശരിക്കും ആരാണെന്ന് നോക്കാം. 6-ാം വയസ്സിൽ തിരുവനന്തപുരത്ത് വെച്ച് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തതിനുശേഷം അനാഥനായവനാണ് മണികണ്ഠൻ. അച്ഛന്റെയും അമ്മയുടെയും ചിതറിയ ശരീരം കണ്ട 6-ാം വയസ്സുകാരനാണ് അവൻ. അവിടം മുതലാണ് അവന് സിമ്പതിയും എമ്പതിയും എല്ലാം നഷ്ടമായതെന്ന് അവൻ തന്നെ പറയുന്നുമുണ്ട്. ഒരുപക്ഷെ ആ സമയത്ത് തന്നെയാകാം കുരിയാച്ചൻ അവനെ കണ്ടെത്തുന്നതും എടുത്തു വളർത്തുന്നതും. മക്കളെക്കാളും മറ്റാരേക്കാളും കുരിയാച്ചന് വിശ്വാസമുള്ളവനായിരുന്നു മണികണ്ഠൻ. മണികണ്ഠനും അങ്ങനെ തന്നെയായിരുന്നു. കുരിയാച്ചനെയല്ലാതെ ലോകത്ത് മറ്റൊരാളെയും അവൻ അവന്റെ മാസ്റ്ററായി കാണുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സിംഗിൾ മാസ്റ്റർ മാത്രമുള്ളൊരു ടെലോമിയൻ നായയാണ് ഈ മണികണ്ഠൻ എന്ന പിയൂസ്. മറ്റുള്ള ആളുകളോട് അവൻ പരിചയവും സ്നേഹവും കാണിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അവന്റെ വിദ്യയാണ്. ശരിക്കും അവൻ കുരിയാച്ചനെ മാത്രമേ അനുസരിക്കുകയുള്ളൂ. ആ യജമാനനെ കാണാത്തതുകൊണ്ട് അയാളെ അന്വേഷിച്ചിറങ്ങിയ ഒരു വളർത്തുനായയാണ് ശരിക്കും ഈ പിയൂസ്. എല്ലാവരും പകരം ചോദിക്കാൻ വേണ്ടി കുരിയാച്ചനെ അന്വേഷിക്കുമ്പോൾ കുരിയാച്ചനെ രക്ഷിക്കാനാണ് പിയൂസ് അയാളെ അന്വേഷിക്കുന്നത്. എന്നാൽ അവനെ പിന്തുടർന്ന് പിയൂസിനെ അന്വേഷിച്ചിറങ്ങുന്നവരെ എല്ലാം അവൻ കൊന്നുകളയുകയും ചെയ്യുന്നുണ്ട്. താനൊരു ഒറ്റ മാസ്റ്റർ മാത്രമുള്ള നായയാണെന്ന് ക്ലൈമാക്സിൽ മ്ലാത്തിച്ചേടത്തിയോട് അവൻ പറയുന്നുമുണ്ട്. ചില നായകൾക്ക് ഒറ്റ മാസ്റ്റർ മാത്രമേ ഉണ്ടാകൂ എന്ന്. തീർച്ചയായും ക്ലൈമാക്സിൽ കാണിക്കുന്ന ആ ദിവസം തന്നെയാണ് അവന്റെ അവസാന ദിവസവും. ചേടത്തിയുടെ നായകൾ അവനെ കടിച്ചുകീറി കൊന്നുകാണും. ശരിക്കും ചേടത്തിയുടെ കസ്റ്റഡിയിലാണ് കുരിയാച്ചനുള്ളതെന്ന് പിയൂസ് അവസാന നിമിഷം തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അവന് ഒന്നും ചെയ്യാനാകാത്ത വിധം ചേടത്തിയുടെ നായകൾ അവനെ വളയുന്നുണ്ട്. പക്ഷേ അവനെ വെറുതെ വിട്ടാൽ അവൻ ചേടത്തിയെ കടിച്ചുകീറുമെന്ന് അവർക്കുറപ്പാണ്. അതുകൊണ്ട് അവനെ തീർക്കുക എന്നതു മാത്രമാണ് ചേടത്തിയുടെ മുന്നിലുള്ള ഏക വഴി. എക്കോയുടെ അടരുകൾ ഓരോന്നായി അടർത്തിയെടുക്കുമ്പോൾ അതിൽ പ്രധാനമായി പറയേണ്ട ഒന്ന് സിനിമയുടെ സംഗീതം തന്നെയാണ്. ഒരു മാസ് മസാല ഓഡിയൻസിനെ പോലും തുടക്കം മുതൽ അവസാനം വരെ സീറ്റിൽ പിടിച്ചിരുത്താൻ മുജീബിന്റെ സംഗീതത്തിന് കഴിഞ്ഞിരിക്കുന്നു. ബാഹുൽ രമേശിന്റെ എഴുത്ത് തന്നെയാണ് എക്കോയുടെ നട്ടെല്ല്. ഈ ബാഹുൽ രമേശിന്റെ എഴുത്തുകളെല്ലാം കൺവേ ചെയ്യുന്ന ഒരു ഫീലിംഗ് എന്നത് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യേണ്ടതാണ്. കാരണം 10-20 സീനുകളിൽ കൺവേ ചെയ്യേണ്ട എമോഷൻസ് എല്ലാം തന്നെ ഒരു വാക്കുകളിൽ വിവരിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അത്തരം മികച്ച ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാരനാണ് ബാഹുൽ രമേശ്. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എക്കോ എന്നത് ഒരു ഇന്റർനാഷണൽ സ്റ്റഫ് തന്നെയാണ്. സിനിമയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയാം. പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. സൈനിങ് ഓഫ്, യുവർ ഓൺ സ്റ്റോറി ടെല്ലർ മല്ലു.